ശുശ്രൂഷിക്കാനായി ക്ഷണിച്ച അമ്മാമ്മയോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് എനിക്ക് തോന്നുന്നു അമ്മാമ്മ ഇന്ന് രാവിലെയാണോ ഇന്നലെയാണോ എന്നറിയില്ല, എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ടു. ഞാൻ ഉടനെ മെസ്സേജ് പറഞ്ഞോളാന്ന് ഇട്ടുകൊണ്ട്, കാരണം അടുത്ത ആഴ്ച ഞാനും നാട്ടിൽ പോകണം. എൻ്റെ പാരൻസ്, എൻ്റെ പപ്പയും അമ്മയും, ഞങ്ങള് 3 പാരൻസിന് 3 പെൺമക്കളാണ്. മൂത്ത സിസ്റ്ററിൽ നിന്ന് നിത്യത വിശ്രമിക്കുന്നു. ഞാനും ഇനി എൻ്റെ ഒരു യങ്ങർ സിസ്റ്ററുമാണ് ഉള്ളത്. അപ്പം അവളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന പ്രായമാണ്. എൻ്റെ കുഞ്ഞുങ്ങള് PGയും ഒരാൾ UGയും പഠിക്കുന്നു. അപ്പം അവള് സ്കൂളിന്റെ അവധി എടുത്ത് പിള്ളേരെയും കൊണ്ട് വന്ന് അപ്പനെ അമ്മയെ ശുശ്രൂഷിക്കും. അപ്പം ഞാൻ കുറച്ച് ദിവസം അവരെ പോയി ശുശ്രൂഷിക്കാം എന്ന ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. നിങ്ങളെ പ്രാർത്ഥിക്കാം, അവർക്ക് ദൈവം വേണ്ടുന്ന ആയുസ്സും ആരോഗ്യം കൊടുക്കാനായി നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിച്ചുകൊള്ളുന്നു. ദൈവകൃപയാൽ കർത്താവിന്റെ മഹത്വകരമായ വിളി ഞങ്ങളുടെ കുടുംബത്തിന്റെ നേർക്ക് ദൈവം തന്നു. ദൈവത്തിന്റെ കരുണയാൽ ദൈവീയ ശുശ്രൂഷയിലാകുവാൻ ഭാഗ്യം ലഭിച്ചു. ഞങ്ങള് ലക്നൌവില്, ഉത്തർപ്രദേശിലെ ലക്നൌവില് ദൈവവേലയിലായിരിക്കുന്ന ഒരു 23 ഇയേഴ്സായി ഞങ്ങൾ ഈ ദേശത്തായിരിക്കുകയാണ്. ദൈവത്തിന്റെ മഹാകരുണ, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുകയും പരിപാലിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവത്തിന്റെ സ്നേഹത്തിനായും കരുണയ്ക്കായും വിശ്വസ്തതയ്ക്കായും ഞാൻ ദൈവത്തിന് നന്ദി പറയാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി ഭാരമുള്ള ഒത്തിരി വിഷയങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. നമ്മുടെ ജീവിതത്തിന് ആശ്വാസകരമായ അനേക തിരുവചന സത്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. വേദപുസ്തകത്തിലുള്ള ആശ്വാസങ്ങൾ ഇയ്യോബിനോട് പറയുന്ന പോലെ, ഞാൻ പറഞ്ഞു തരണ വാക്ക് നിനക്ക് പോരായോ? ഇത്രയും ശരീരത്തില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, എല്ലാവരും തള്ളപ്പെട്ട് ആരും സഹായിക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ ഇയ്യോബിനെ സഹായിച്ചത് യഹോവയായ ദൈവം പറഞ്ഞു കൊടുത്ത, സ്വന്തമായി പറഞ്ഞു കൊടുത്ത വാക്കുകളാണ്. പലപ്പോഴായി ദൈവിക വാക്കുകൾ കേട്ട് ആശ്വാസം പ്രാപിച്ച അനേക ജീവിത മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ അത് ഈ ഭൂമിയിൽ ഒരു ആശ്വാസമാണ്. ഇനിയുള്ള കാലങ്ങൾ ഈ ഭൂമിയിൽ ആശ്വാസം കണ്ടെത്തുന്നതിനേക്കാളുപരി വളരെ ചുരുങ്ങിയ സമയമേ നമ്മൾക്ക് മുമ്പിലുള്ളൂ എന്ന് കണ്ടിട്ട് വളരെയധികം സ്വർഗീയ വിഷയങ്ങളിൽ കുറിച്ചുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുവാൻ ഞാൻ അധികമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ആ സ്വർഗീയമായ അനുഭവങ്ങളെ ഒന്ന് മനസ്സിലാക്കുവാൻ ദൈവമേ സഹായിക്കണമേ. ഒരു മനുഷ്യായുസ് മാത്രമേ ഉള്ളൂ സ്വർഗത്തിലെ പ്രതിഫലം പ്രാപിപ്പാൻ, അധ്വാനിക്കാൻ തന്നിരിക്കുന്ന കാലയളവ്. അതിനുശേഷം നമുക്കൊരിക്കലും സ്വർഗത്തിലെ ഒരു പ്രതിഫലത്തിന് വേണ്ടി ഭൂമിയിൽ അധ്വാനിക്കാൻ പറ്റത്തില്ല. നമുക്ക് തന്നിരിക്കുന്ന ഒരു ആയുസ് അത് എത്രയാണെന്ന് അറിയില്ല. ചിലപ്പോൾ 50 ആയിരിക്കാം, ചിലപ്പോൾ 70 ആയിരിക്കാം, ചിലപ്പോൾ അതിന് മേളിലായിരിക്കാം. ആ ഒരു ആയുസ് മാത്രമേ ഉള്ളൂ സ്വർഗത്തിലെ നിക്ഷേപത്തെ വർദ്ധിപ്പിക്കാൻ തന്ന കാലയളവ്. ഏറ്റവും മനോഹരമായി അതിനുവേണ്ടി അധ്വാനിപ്പാൻ ദൈവ സഹോദരിമാരായ നമ്മെ അധികം സഹായിക്കട്ടെ. അതിനാധാരമായ ആ ഒരു അനുഭവത്തോട് ചേർന്നൊരു തിരുവചന ഭാഗം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് നന്നായിട്ട് അറിയാം, സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റില് ദൈവവചനം കേൾക്കാൻ വളരെ താല്പര്യമുള്ള ഒരു ഗ്രൂപ്പാണെന്നുള്ളത്. അതിന് മുമ്പായി ഞാനൊരു വാക്യം വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. ഇതെല്ലാം നമ്മുടെ ചിന്താ വിഷയം പരിശുദ്ധാത്മാവിനെ പെട്ടെന്ന് നയിച്ചതുകൊണ്ടാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയിലേക്ക് പറയുന്ന ഒരു കാര്യമാണ്. 3-ാം അധ്യായം 1-2 വാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, അവിടെ ഒരു ചോയ്സ് ആണ്. ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ, ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു പീരീഡ് ഉണ്ട്, ഒരായുസുണ്ട്, ഒരു മനുഷ്യായുസ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ദൈവത്തിന് അറിയാം. ആ ഒരു ആയുസ് മാത്രമേ ഉള്ളൂ എനിക്ക് ഉയരത്തിലുള്ളത്. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പാൻ ലഭിച്ച ഒരു ആയുസ് അത്ര മാത്രമേ ഉള്ളൂ. അതിൽ നാം അന്വേഷിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നാം പരാജയപ്പെട്ടു പോകും. ഹല്ലേലൂയ. അവിടെ ചെന്നിട്ട് പിന്നെ ഒരു ചോയ്സ് ഇല്ല, പിന്നെ ഒരു രണ്ടാമതൊരു ചാൻസ് നമുക്കില്ല. നമുക്കുള്ളൊരു ചാൻസ്. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. വാസ്തവമായി നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഒരു ദിവസം എത്ര പ്രാവശ്യം ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ പറ്റുന്നത്? മനുഷ്യരാ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ചിന്തിക്കാൻ. കാരണം നമ്മളെല്ലാം മനുഷ്യരാ, ഭൂമി വസിക്കുന്ന മനുഷ്യരാ. പക്ഷെ ചില ഭക്തന്മാർ ദൈവത്തിന്റെ ശരിയായ ദർശനം ഉള്ളിൽ കിട്ടി ദൈവം ഉപയോഗിച്ച് അനേക ഭക്തന്മാർ ജീവിച്ചിരുന്നതും ജീവിക്കുന്നതും ജീവിച്ചതുമായ ഒരു
ഉയരത്തിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ കഴിയുന്ന, ഇതിൽ രണ്ടർത്ഥമുണ്ട്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. കാരണം ഭൂമിയിലുള്ളത് നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് എത്ര പേര് വിശ്വസിക്കുന്നു? ഞാൻ നിനക്കായി കരുതിക്കൊള്ളാം എന്നുള്ളൊരു ദൈവിക വാഗ്ദത്തം അത് എത്ര പേര് ഏറ്റെടുക്കുന്നു? എൻ്റെ ദൈവം എനിക്കായി കരുതും. ഞാൻ നിങ്ങളുടെ എല്ലാ ഉറപ്പിന് വേണ്ടി, ഞാൻ അധികം അനുഭവം ഇങ്ങനെ പറയാൻ ഇച്ഛിച്ച് വന്നതല്ല, ഉറപ്പിന് വേണ്ടി പറയാം. എനിക്ക് അമ്മ സുസനമ്മ പറഞ്ഞല്ലോ, 2 മക്കളാണ്. ഞങ്ങൾ നീണ്ട നാളുകളായി ദൈവവേലയിലായിരിക്കുന്നു. ദൈവം ഒന്നിനും മുടക്കം വരുത്തിയിട്ടില്ല. ദൈവകൃപയാൽ കുഞ്ഞുങ്ങൾ അത്യാവശ്യം പഠിക്കാനും ഉള്ള കഴിവുകളുണ്ട് അവര്. അപ്പൊ വലിയ മോൻ അവന്റെ UG കഴിഞ്ഞ സമയത്ത് അവനറിയാം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അവനറിയാം. അവനെ വന്ന് ഞങ്ങളോട് തന്നെ, പപ്പ ആ സമയത്ത് കൊച്ചുമോന് 12th കഴിഞ്ഞത്. അപ്പൊ അവൻ പറഞ്ഞു, പപ്പ ഞാൻ UG കഴിഞ്ഞു, ഞാൻ ഇനി എവിടെയെങ്കിലും ജോലി നോക്കാം, കൊച്ചവനെ പഠിപ്പിക്കുക. അപ്പൊ ഞങ്ങളും മനസ്സുകൊണ്ട് അത് പ്രിപ്പയർ ആയി. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ നാട്ടില് എല്ലാ വെക്കേഷനിലും നാട്ടില് പാരന്റ്സ് ഉണ്ട്, അവിടെ ഇടയ്ക്ക് പോയ സമയത്ത് എൻ്റെ അമ്മ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു ഭവനമുണ്ട്. മർത്തോമേലെ ഒരു അമ്മച്ചിയായ ദൈവകൃപയാൽ ശരിക്കും തിരുവചന സത്യങ്ങളെ നന്നായി അറിയുന്ന വിശുദ്ധയായ ഒരു മാതാവ്. 96 കേക്കാവോ? ഓക്കെ. ആ അമ്മച്ചി എൻ്റെ അമ്മയെ പ്രാർത്ഥിക്കാനായി വിളിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, വരാൻ പറ്റത്തില്ല, എൻ്റെ മക്കള് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന മക്കളുണ്ട്, അതുകൊണ്ട് ഈ ഒരാഴ്ച ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, എൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി വരണ്ട, മക്കളെ ഒന്ന് വിട, എനിക്ക് നോർത്ത് ഇന്ത്യയെ വർക്ക് ചെയ്യുന്നവരൊന്ന് കാണാൻ ഇഷ്ടമാണ്. അമ്മ പറഞ്ഞു, മക്കളെ നിങ്ങളെ അമ്മച്ചി വിളിക്കുക, ലീലാൻഡി എന്ന പേര്, ലീലാൻഡി വിളിക്കാൻ. നിക്കോളാസ് സ്കൂളിലെ തിരുവല്ല നിക്കോളാസ് സ്കൂളിലെ പ്രിൻസിപ്പൽ ആയിരുന്നു അമ്മച്ചി. അപ്പച്ചന് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ ആയിരുന്നു. ഒരു ആക്സിഡന്റ് അപ്പച്ചൻ മരിച്ചു, അവർക്ക് കുഞ്ഞുങ്ങളില്ല. ദൈവഭക്തിയായ ഒരു മാതാവ്. അപ്പം അമ്മച്ചി ഇങ്ങനെ ഞങ്ങളെ വിളിച്ചു, ഞങ്ങളെ ഫാമിലി ആയിട്ടും മക്കളെയൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പം കുറെ ബൈബിളിലെ ക്വസ്റ്റ്യൻസ് അമ്മച്ചിക്ക് ഡൗട്ട് ആയത് ചോദിച്ചു, ഞങ്ങൾ അതെല്ലാം തീർത്തു കൊടുത്തു. അപ്പം പറഞ്ഞു, നിങ്ങൾ നോർത്ത് ഇന്ത്യയിലെ മിഷണറികളാ, നിങ്ങൾ പോകുന്നതിന് മുമ്പേ ഒന്ന് പാട്ട് പാടി എന്നെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം വലിയ മോനാ പാടി, അവൻ പാടാൻ മിടുക്കനാ. അവനൊരു പാട്ട് പാടിക്കഴിഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങിയപ്പോൾ മോനോട് ചോദിച്ചു, മോനെ നീ എന്താ ചെയ്യണേ? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ BC കംപ്ലീറ്റ് ചെയ്തു, ഇനി ജോലി ട്രൈ ചെയ്യാം. അപ്പൊ അമ്മ ചോദിച്ചു, മോന് എത്ര വയസ്സുണ്ട്? അന്ന് അവന് 19 വയസ്സേ ഉള്ളൂ. അപ്പൊ അവൻ പറഞ്ഞു, 19 ആയിട്ടില്ല. അവൻ പറഞ്ഞു, 19 മോനെ, നിനക്ക് ഇനിയും ജോലി ചെയ്യാൻ ഒത്തിരി അവസരങ്ങൾ ദൈവം തരും, പക്ഷെ നിന്റെ ലൈഫിൽ പഠിക്കാൻ അവസരം വളരെ കുറവാണ്, നീ ഹയർ സ്റ്റഡീസിന് പോകണം. അപ്പൊ അവൻ മിണ്ടിയില്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒരു പരിചയമില്ല, ഫസ്റ്റ് ടൈം ഞങ്ങൾ ആ മാതാവിനെ കാണുകയാണ്. അവൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, മോനെ പഠിത്തം എന്ന് പറയുന്നത് എപ്പോഴും കിട്ടത്തില്ല. അപ്പം ചോദിച്ചു, BCക്ക് എത്ര മാർക്കുണ്ട്? അവന് 86 എബവ് ഉണ്ട്. അവനത് പറഞ്ഞു. അപ്പം പറഞ്ഞു, നീ MCക്ക് പോകണം, നീ പോകണം, ഇത്രയും പറഞ്ഞു. അത് ഞങ്ങൾ പ്രാർത്ഥിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ആ മോനെ അടുത്ത ഹയർ സ്റ്റഡീസിനുള്ള 1 വർഷത്തെ ഫീസ് ഞാൻ തരാം, ആ മോനോട് അഡ്മിഷൻ എടുക്കാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ അവൻ സെക്കൻഡ് ഇയർ മാസ്റ്റേഴ്സിന് അവൻ അഡ്മിഷൻ എടുത്തു. അതൊക്കെ ഭയങ്കര അത്ഭുതം. എല്ലാം ക്ലോസ് ആയ സമയത്ത് ടോപ്പ് നല്ലൊരു കോളേജ് ബാംഗ്ലൂര്, അവന് വേണ്ടി മാത്രം ദൈവം മാറ്റി വെച്ചത് പോലൊരു സീറ്റ് അവന് ദൈവം തന്നു. ആ ഫസ്റ്റ് ഇയറിലെ ഫീസ് കൊടുത്തു. അമ്മച്ചി ഫസ്റ്റ് ഇയറിലെ മുഴുവനും ഫീസ് തന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ അമ്മച്ചി മരിച്ചുപോയി. ഇന്ന് അമ്മച്ചി നിത്യത്തിലാണ്. അപ്പൊ ആരമോൻ എപ്പോഴും പറയും, മമ്മി അമ്മച്ചിയുടെ ലാസ്റ്റ് ദൗത്യം ഒരു പക്ഷേ എൻ്റെ കാര്യം കൂടിയായിരുന്നു ദൈവം അമ്മച്ചിയുടെ ലൈഫിൽ കണ്ടിരുന്നതെന്ന്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഉയരത്തിലുള്ളത് അന്വേഷിക്കാനാണ് നമ്മുടെ ദൗത്യം. ഭൂമിയിലുള്ളത് അന്വേഷിക്കാൻ ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു ഭക്തന്റെ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളുടെ മേലും മേൽനോട്ടമുള്ളത് എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ ചർച്ചിനോ നമ്മുടെ ബ്രദേഴ്സിനോ സിസ്റ്റേഴ്സിനോ അല്ല, സ്വർഗസ്നായ നമ്മുടെ ദൈവനാണ്. അവൻ ആ ഒരു പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, ഇന്ന് വാടുന്നതും ഇന്ന് പൂത്ത് നാളെ വാടുന്നതുമായ വയലിലെ പുഷ്പങ്ങളേക്ക് ഓർക്കുന്ന പോലെ അല്ല, നിങ്ങളെ അവരെക്കാൾ മനോഹരമായ ഏറിയ കുരുകിലിനേക്കാൾ വിചാരപ്പെട്ട് ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. ശത്രു ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഒരിക്കലും ഉയരത്തിലെ ചിന്തിക്കാനായി നമ്മുടെ ബ്രെയിനെ വിട്ടുതരില്ല.
എപ്പോഴും ചുറ്റിപ്പറ്റി നാളെ എന്താ, ഇന്നെന്താ, ഈ രോഗം ഇനി എങ്ങനെയായിത്തീരും, ഈ നിലയിലേക്ക് നമ്മളെ നയിക്കാനായി ശത്രു ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ദൈവജനമായ നമുക്ക് ആത്മാവിന്റെ ഒരു ചൈതന്യം ഈ വിഷയത്തിൽ ആവശ്യമായതുപോലെ തന്നെ ബുദ്ധിയിലും നമ്മുടെ പ്രമാണത്തിൽ നാം എഴുതി വെക്കണം. ഹല്ലേലൂയ, ഞാൻ നിന്റെ കുഞ്ഞാ കർത്താവേ, എനിക്ക് വേണ്ടി ഉയരത്തിലുള്ളത് ഞാൻ അന്വേഷിക്കുമ്പോൾ ഭൂമിയിലുള്ളത് കരുതുന്ന ഒരു ദൈവമാണ് അങ്ങ്. ഞാൻ അങ്ങിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവളാണ് എന്നൊരു ഉത്തരവാദിത്വം. ഈ ഒരു അത്ഭുതമല്ല, ഒത്തിരി അത്ഭുതങ്ങൾ ജീവിതത്തിൽ ദൈനംദിനം കണ്ട് കർത്താവ് ഞങ്ങളെ വഴി നടത്തുന്നുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുക, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളത് നമുക്ക് വേണ്ടി സ്വർഗസ്വനായ ദൈവം കരുതിക്കൊള്ളും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അല്ലെങ്കിൽ ഇന്നത്തെ ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവ് എന്നിൽ തന്നിരിക്കുന്ന വേദഭാഗം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അനു ഒരു സെക്കൻഡ്, ഒരു അത്യാവശ്യം ഞാനൊന്ന് ഇപ്പം തീർക്കോളാം. സോറി, ദയവായി ക്ഷമിക്കുക. നമുക്ക് ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം, 19-20 വാക്യങ്ങൾ വാക്യാണ്. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കുറച്ച് സമയങ്ങൾ നമുക്ക് ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ ദൈവം ഒരുക്കി തന്ന ഒരു അവസരമായി നമുക്കിത് കരുതാം. ഇവിടെ 3 കൂട്ടരെയാണ് പറയുന്നത്. ഒന്ന് സ്വർഗരാജ്യത്തിൽ കയറും, അവരെ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. 2 സ്വർഗരാജ്യത്തിൽ കയറും, അവനെ വലിയവൻ എന്ന് വിളിക്കപ്പെടും. 3 സ്വർഗരാജ്യമേ കാണാൻ കഴിയാത്തൊരു കൂട്ടർ. ഈ 3 കൂട്ടരെ കുറിച്ചാണ് ഇവിടെ യേശു ക്രിസ്തു, ഇത് ലേഖനമല്ല, യേശു തിരുവായി മൊഴിഞ്ഞ് തന്റെ ശിഷ്യന്മാരോടായി ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. യേശുവിന്റെ വാക്കുകളാണിത്. ആദ്യത്തെ 5-ാം അധ്യായം നമുക്കറിയാം, ഗിരിപ്രഭാഷണം. വളരെ മനോഹരമായി സ്വർഗരാജ്യത്തിൽ കടക്കാൻ ഈ ഒരു അധ്യായം 5ഉം 6ഉം 7ഉം അധ്യായങ്ങൾ പാലിച്ചാൽ മാത്രം മതി. പ്രതിഫലത്തോടുകൂടെ പിതാവിനോട് കൂടി ഇരിപ്പാൻ, പുത്രനായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തോടെ നിൽപ്പാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഗിരിപ്രഭാഷണത്തിന്റെ ഭാഗങ്ങൾ. ഇവിടെ കുറെ ഭാഗ്യാവസ്ഥകൾ യേശു ആദ്യം പറയുന്നുണ്ട്. നിർഭാഗ്യരെന്ന് നമ്മൾക്ക് തോന്നുകയും കർത്താവിന്റെ മുമ്പിൽ ഭാഗ്യമായി കാണപ്പെട്ട ഒരു മഹത്വകരമായ ഒരു ചിത്രം 2-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ കർത്താവ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആരായിരിക്കണം, നമ്മുടെ ലൈഫ് എങ്ങനെ നമ്മൾ ജീവിക്കണം, ഈ ഭൂമിയിൽ കാരമില്ലാത്തൊരു ഉപ്പായിരിക്കാം, പക്ഷെ കാരം കൊടുക്കാത്തൊരു ഉപ്പായി മാത്രം ജീവിക്കരുത്. ഹല്ലേലൂയ, വെളിച്ചമില്ലാത്ത ഒരു വെളിച്ചമായി നാം തീരരുത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് യേശു അടുത്ത് പറയുന്ന ഭാഗമാണ് നാം വായിച്ചത്. ഒരിക്കല് നമ്മുടെ കേരളത്തിലെ മന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട് പുള്ളിയുടെ പുസ്തകത്തിൽ എഴുതി, ഞാൻ വായിച്ചതല്ല, ഞാൻ കേട്ടൊരു ഭാഗമാണ്. അതിൽ EMS ഒരിക്കലും ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ കൂടിയിരിക്കുന്ന ഒരു ദൈവദാസനാണ് അദ്ദേഹം. ദേവദാസൻ ബൈബിൾ വായിക്കുകയും ഇതൊക്കെ കണ്ടപ്പോൾ EMS നമ്പൂതിരിപ്പാടിനെ മനസ്സിലായി ഇദ്ദേഹം ഒരു വിശ്വാസിയാണ്, ക്രിസ്തു ഭക്തനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഇവരുടെ സംഭാഷണത്തിനിടയിൽ ഇദ്ദേഹം ചോദിച്ചു, നീ ഒരു ക്രിസ്തു ഭക്തനാണോ എന്ന് ചോദിച്ചപ്പം ആ ദേവദാസൻ പറഞ്ഞു, തീർച്ചയായും ഞാനൊരു ക്രിസ്തു ഭക്തനാണ്. അപ്പം പുള്ളി EMS നമ്പൂതിരിപ്പാട് ഇങ്ങനെ പറഞ്ഞു എന്ന്, എനിക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നീ ഒരു ക്രിസ്തു ഭക്തനാണെങ്കിൽ. അപ്പൊ അദ്ദേഹം ചോദിച്ചപ്പം പറഞ്ഞ കാര്യം, ആ ദേവദാസന്റെ ചരിത്ര പുസ്തകത്തിലാണ് ഇത് എഴുതിയേക്കുന്നത്.
അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, യേശു രണ്ടാമതും വരുമെന്ന് നിങ്ങൾ പ്രസംഗിക്കുന്നു, നിങ്ങൾ അത് വിശ്വസിക്കുന്നു. അങ്ങനെ പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കംഫർട്ട് സോണിൽ ഇരിക്കില്ല. ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ അത് എങ്ങനെ ഓടി നടക്കും, അതുപോലെ നിങ്ങൾ ഓടി നടന്ന് ഈ സത്യം പറയേണ്ടവരാണെന്ന്. ഒരു അന്യജാതിക്കാരന് മനസ്സിലായ ഒരു സത്യമാണ്, യേശു രണ്ടാമത് വരും. ആ നിലയിൽ ജീവിക്കുന്ന ഭക്തന്മാർക്ക് മാത്രമേ ഉയരത്തിലുള്ളത് അനുഭവിക്കാൻ കഴിയൂ എന്നത് ബോധ്യം ഒരുപക്ഷെ ആ വ്യക്തിക്ക് ലഭിച്ചിരിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞ, നിങ്ങളുടെ ഗിരിപ്രഭാഷണം മാത്രം മതി ഹല്ലേലൂയ ആ സത്യത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കാനെന്ന്. നമ്മുടെ ജീവിതത്തിലും കർത്താവിന്റെ സത്യങ്ങളിൽ വസിപ്പാൻ ഒരു കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോടായി പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സത്യത്തിൽ ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ആ പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കട്ടെ. ഇവിടെ പറഞ്ഞ 3 കൂട്ടരെയാണ്. അതിന് മുമ്പ് പറയുന്നത് 17 വാക്യം വായിച്ചാൽ മാത്രമേ അതിന്റെ പൂർത്തീകരണം പറ്റുള്ളൂ. 19 ഇങ്ങനെ ആകയാൽ എന്നതിന് തൊട്ടു മുമ്പുള്ള ഭാഗങ്ങളാണ്. ഈ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ വന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. യേശുക്രിസ്തു ട്രൂലി, സത്യമായി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വേദപുസ്തകത്തിലെ ആദ്യത്തെ ഭാഗമാണിത്. ഹല്ലേലൂയ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വാക്ക് ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാന്നുമായിരിക്കട്ടെ. അതിനപ്പുറം ഒന്നും ഇല്ലാന്ന് യേശു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ യേശുക്രിസ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശ ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം. കർത്താവിന്റെ വചനത്തിന്റെ ഹല്ലേലൂയ 100%-ല് 90% നിവൃത്തിയായിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ഒരു 10% എന്നാൽ 10%-ഓ അതില് ചുരുക്കമോ അല്ലെ അതിലധികമോ നമുക്കറിയില്ല. ആ ഭാഗങ്ങളിൽ ജീവിക്കുന്ന, ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഭക്തരാണ് നാം. ആ കാലഘട്ടത്തിൽ യേശുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടരാണ് നാം ഏറ്റവും ഭയഭക്തിയോടുകൂടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഇതെല്ലാം നിവർത്തിച്ചു കഴിഞ്ഞു. ഇനി ഹല്ലേലൂയ ഒരു വള്ളിയെങ്കിലും സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഹല്ലേലൂയ, ഇത് ഒഴിഞ്ഞു പോകാത്ത ഒരു നിത്യ നിയമമാകിയാൽ ഹല്ലേലൂയ, ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവൻ സ്വർഗരാജ്യത്തിൽ കയറാൻ യോഗ്യനാണ്, പക്ഷെ സ്വർഗരാജ്യത്തിൽ അവൻ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിലെ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയോ മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയോ ചെയ്താൽ പല ദുരുപദേശങ്ങളും ദേശത്തിൽ വളരെ ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതും അതിനുവേണ്ടി അധ്വാനിക്കേണ്ടതുമായ ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കണം, അതോടൊപ്പം തന്നെ ദൈനംദിനം തിരുവചനം വായിക്കണം, ഡെയിലി അല്ലെങ്കിൽ ആത്മീക മന്ന ഭക്ഷിക്കണം. അല്ലെങ്കിൽ അക്ഷരിക മന്ന ഇന്നത്തത് നാളത്തേക്ക് വെച്ച് ക്രമിച്ചു പോകും. അല്ലെങ്കിൽ അത് അങ്ങനെ വയ്ക്കാൻ അനുവാദമില്ലായിരുന്നു. അന്നുള്ള ഫ്രഷായ മന്ന ദൈവം അവർക്ക് കൊടുത്തു. ഓരോ ദിവസം ജീവിക്കാനുള്ള ന്യായപ്രമാണം, ഓരോ ദിവസം ജീവിക്കാനുള്ള സത്യം ഈ തിരുവചനത്തിലുണ്ട്. പലപ്പോഴും തിരക്കേറിയത് കൊണ്ടോ അല്ലെ ജീവിത അനുഭവങ്ങളൊക്കെ കൊണ്ടോ നമ്മൾ ദൈവവചന വായന പലപ്പോഴും മാറ്റി വെക്കാറുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന, സഹോദരിമാരായ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്, എവിടെയെങ്കിലുമൊക്കെ തട്ടി വീഴാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവിക കരങ്ങളിൽ തന്നെ സുരക്ഷിതമായി നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ ആഴം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൃഷ്ടിയിലെ ഭാഗ്യവും മനുഷ്യന്റെ ദൃഷ്ടിയിലെ ഭാഗ്യവും തമ്മിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മുടെ ലൈഫിലെല്ലാം തക്ക സമയത്ത് കിട്ടിക്കഴിയുമ്പം മനുഷ്യർ, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയ്യോ എത്ര ഭാഗ്യമാണ് ആ കുഞ്ഞുങ്ങളുടെ കാര്യം തക്ക സമയത്ത് നടന്നു. അതൊക്കെ ഒരു ഭാഗ്യമാണ്, അനുഗ്രഹമാണെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിലെ ഭാഗ്യത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. അത് ദൈവരാജ്യ സംബന്ധമായ വിഷയത്തില് സമ്പന്നത സ്വർഗം ആഗ്രഹിക്കുകയാണ്.
അല്ലെങ്കിൽ ആ ആഗ്രഹം സർവശക്തന് ഇന്നുമുണ്ട്. നമ്മുടെ പ്രിയ സഹോദരിമാര് ആ വിഷയങ്ങളിലൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് എനിക്ക് അറിയാമേ. എങ്കിലും പരിശുദ്ധാത്മാവ് എന്നോട് ഈ വചനം തന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയാണ്, നമ്മുടെ ഉയരത്തിലുള്ളത് അന്വേഷിപ്പാൻ, ദൈവത്തിന്റെ നയപ്രമാണങ്ങളെ പാലിപ്പാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുവാൻ, കർത്താവെ അതിനു വേണ്ടി അധ്വാനിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോടായി പ്രാർത്ഥിക്കാം. നമ്മൾ എന്ത് കോപിക്കില്ലെന്ന് തീരുമാനിക്കുന്നോ എന്തായിരിക്കും ഏറ്റവും അധികം കോപിക്കാനുള്ള ചാൻസസ് ഉണ്ടാകുന്നത്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവെ എനിക്ക് ദൈവകൃപ തന്നേ പറ്റൂ കർത്താവെ. ഹല്ലേലൂയ. പ്രവചനവും മറ്റ് ശുശ്രൂഷകളൊക്കെ പ്രയോജനപ്രദമായ, മനുഷ്യർക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ, അതിനൊക്കെ വേണ്ടി നമ്മൾ ഒത്തിരി വാഞ്ചിക്കാറുണ്ട്. എന്നാൽ സ്വർഗരാജ്യത്തിന് പ്രതിഫലം ലഭിക്കുന്ന ഹല്ലേലൂയ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളെ ഒന്ന് മാറ്റപ്പെടുത്തുവാൻ കർത്താവേ ക്ഷമാശീലം, കരുണയുള്ളവരാക്കി തീർക്കണമേ. ഹല്ലേലൂയ. സൗമ്യതയുള്ളവരാക്കി തീർക്കണമേ. ദയുള്ളവരായി തീർക്കണമേ. ഞാൻ പലപ്പോഴും ഈ ഉത്തർപ്രദേശിൽ വന്നിട്ട് പല ഒത്തിരി നല്ല കാര്യങ്ങൾ ഈ ദേശത്തുനിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഈ ദേശത്തിലെ ജനങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. അവര് ജീവനുള്ള ദൈവത്തെക്കുറിച്ചൊരു അറിവ് അവർക്ക് ഇല്ലെന്നേ ഉള്ളൂ. പല കാര്യങ്ങളിലും അവര് ഭയങ്കര കരുതലുള്ളവരാണ്. ഞങ്ങളുടെ ചർച്ചിൽ 2 വിശ്വാസികള് ഈ വീട്ടു ജോലിക്ക് പോകുന്നവരാണ്. അവര് വേറെ ഗ്രാമത്തിൽ നിന്ന് വന്ന് ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങള്, പുറമ്പോക്കല്ല, ഓണേഴ്സ് ഉണ്ട്, ഒരു വീട് പണിതിട്ടില്ല, ആ പറമ്പ് ഇങ്ങനെ കാലിയായിട്ട് കിടക്കുമ്പം ഈ ദൂരദേശത്ത് നിന്ന് വന്നവർക്ക് കുടില് കെട്ടി താമസിക്കാൻ അവർ അനുവാദം കൊടുക്കും. നമ്മളൊക്കെയാണോ കൊടുക്കുമോ? അവർ അനുവാദം കൊടുക്കും. അങ്ങനെ ആ കുടില് കെട്ടി എൻ്റെ വീടിന്റെ പുറകില് ഞങ്ങളുടെ ഒരു വിശ്വാസി താമസിക്കുന്നുണ്ട്. ഒരു 5 വീട് മാറി വേറൊരു വിശ്വാസി അമ്മ താമസിക്കുന്നുണ്ട്. അവരിങ്ങനെ ഓണേഴ്സ് ഇല്ലാത്ത ഒരു ദൂരദേശത്ത്, അവർ വീട് പണിതിട്ടില്ല, ആ സ്ഥലത്ത് അവർ കുടില് കെട്ടി, ജോപ്പിടി എന്നാ പറയുന്നത്, അങ്ങനെ കെട്ടി താമസിക്കുന്ന, ഈ ടാർപ്പാളിനൊക്കെ വെച്ച് താമസിക്കുന്ന 2 സഹോദരിമാര് ഞങ്ങളുടെ വിശ്വാസികളാണ്. ശരിക്കും അവര് അവരുടെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് അതിൽ ശാന്തി ആന്റി എന്നും പറഞ്ഞൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. 60 വയസ്സിനോട് അടുപ്പമുണ്ട്. വീട്ടു ജോലി ചെയ്ത് 4 വീടുകളിൽ ജോലി ചെയ്യാൻ പോകും. രാവിലെ പാത്രം കഴുകി തൂത്തുടയ്ക്കും. അപ്പൊ ഈ ആന്റിയെ നിർത്താൻ ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഫെയ്ത്ത്ഫുൾ ആണ്. കർത്താവിനോട് അവർക്ക് ഇത്രയും നല്ല അടുപ്പവും സ്നേഹവും. ഞാൻ വിചാരിക്കും പണ്ട് ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പിൽ ജീവിച്ചിരുന്ന നമ്മുടെ മാതാക്കന്മാർ അങ്ങനെ ഒരു വെളിപ്പാട് കർത്താവിനിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ജീവിക്കുന്ന, ആ കിട്ടുന്നതിന് ഒരു ഭാഗം ദൈവസഭയ്ക്ക് അവർക്ക് ഭയങ്കര നിർബന്ധം. എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ രാത്രി അവിടെ പോയി അത്താഴം കഴിക്കണമെന്ന്. അവർക്ക് അത്യാവശ്യം നമുക്ക് തരാനുള്ള പ്ലേറ്റ് പോലും ഇല്ല. ഞാൻ ഇവിടുത്തെ ടിഷ്യൂ പേപ്പറൊക്കെ കരുതി പോകുന്നത്, കാരണം ആ പ്ലേറ്റൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടി. അത്രമാത്രം അവർക്ക് അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഉള്ള ഒരു ആന്റി അല്ല. പക്ഷെ ആന്റിയുടെ ഭയങ്കര നിർബന്ധം, മനോഹരമായ ഒരു കുക്ക് ചെയ്ത് തരും. ആ ആന്റി ഒരിക്കലും എന്നോട് ഒരു അനുഭവം പറഞ്ഞു. ആന്റിയുടെ ഒത്തിരി പ്രയാസം വന്നു, ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ട് ആന്റിക്ക് ഉണ്ടായി. ആന്റിയുടെ മകന് അങ്ങയുടെ അസുഖം ഉണ്ടായി, ഒരു കേസിൽ അകപ്പെട്ടു. ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ആന്റിയുടെ കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം തീർന്നു. അപ്പൊ ആന്റി ചർച്ചയിൽ വന്ന് സഭായോഗത്തിന് പറഞ്ഞൊരു അനുഭവ സാക്ഷ്യം. ആന്റി ജോലി ചെയ്യാൻ പോകുന്ന ഒരു ഹൈന്ദവ വീടാ. ആന്റി ജോലി ചെയ്ത് കഴിഞ്ഞപ്പം ആ വീട്ടിലെ സ്ത്രീ കൊണ്ടുവന്ന് ഒരു പിടി പൈസ ആന്റിയുടെ കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒന്ന് സാലറി അല്ല, എൻ്റെ മനസ്സിൽ തോന്നി നിങ്ങൾക്കിത് തരണമെന്ന്. ആന്റി 2-3 തൊട്ട് ആ മാഡം എന്ന് അവർ പറയുന്ന ജോലി ചെയ്യാൻ പോകുന്ന വീട്ടുകാരെ, ആ മാഡത്തിന്റെ മുഖത്ത് ഞാൻ 2-3 വട്ടം നോക്കി. അപ്പൊ ആ മാഡം പറഞ്ഞു, ഇല്ല, ഇത് നിനക്ക് തരണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. എൻ്റെ മനസ്സിൽ ഇന്നലെ രാത്രി തൊട്ടേ ഈ അസ്വസ്ഥത തരുവാണ്, ഇത് നിനക്ക് തരണമെന്ന്. ഹല്ലേലൂയ. ഒരു വിശ്വാസിയല്ല ആന്റിയെ നോക്കിയത്, ഒരു അന്യജാതി ഹൈന്ദവ സ്ത്രീ ഈ ആന്റിയെ സഹായിക്കുകയാണ്. പല സഹായിക്കാൻ മനസ്സുള്ള നല്ല സ്വഭാവങ്ങൾ. ഞങ്ങൾ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോഴൊക്കെ ഞങ്ങൾ കാണാറുണ്ട്, സ്ട്രീറ്റ് ഡോഗുകൾക്ക് പൈസ കൊടുത്ത് ബിസ്ക്കറ്റും ബ്രെഡൊക്കെ മേടിച്ചു കൊടുക്കും. ഒരു ലേഡി ഉണ്ട്, അവര് ഒരു കൊച്ചു നാനോ കാറിൽ വന്നിട്ട് സ്ട്രീറ്റില് മുറിവ് പറ്റിയോ അല്ലെ വല്ല വണ്ടി തട്ടിയോ ഒക്കെ കിടക്കുന്ന പട്ടികളെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി അവരെ ശുശ്രൂഷിച്ച് ഹീലാക്കിയിട്ട് അവരെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വിടും. ഒത്തിരി നല്ല ഗുണങ്ങൾ അവർക്കുണ്ട്, ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട്. പക്ഷെ അവർക്ക് സത്യദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവ് ലഭിച്ചിട്ടില്ല. ആ അറിവിന് വേണ്ടി, ആ ഒരു അറിവ് ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമക്കളെ, എത്രയോ നല്ല വെളിപ്പാടുകൾ ലഭിച്ചിട്ടും കരുണയില്ലാത്തവരായി തീർന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ,
കർത്താവേ എന്നോട് അത് പൊറുക്കണേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. എൻ്റെ സഹശുശ്രൂഷകരെ ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ ഇരിക്കുന്നവരോട് എനിക്കൊരു കരുണ മനോഭാവം തന്നില്ലെങ്കിൽ, എൻ്റെ കൂടപ്പിറപ്പുകളോട് എനിക്കൊരു കരുണ മനോഭാവം കിട്ടിയില്ലെങ്കിൽ, കർത്താവേ നീ അതെന്നോട് പൊറുക്കണമേ എന്നൊരു പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കട്ടെ. ന്യായപ്രമാണങ്ങളിലെ ഹല്ലേലൂയ ഒരു വള്ളി പുള്ളിയും മാറ്റപ്പെടാതെ ആ കൽപ്പനകളിൽ ഏറ്റവും ചെറിയ കൽപ്പനകളൊന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. ഏറ്റവും ചെറിയ കൽപ്പന പോലും പ്രമാണിപ്പാൻ കർത്താവേ അതിൽ നിന്ന് അന്യപ്പെട്ടിരിപ്പാൻ നീ എന്നെ അനുവദിക്കില്ലേ എന്ന് നമുക്ക് ദൈവത്തോടായി പ്രാർത്ഥിക്കാം. അടുത്ത് പറയുന്നത്, അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അവന്റെ ക്വാളിറ്റി ആചരിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷെ അവർക്കൊന്നും സമൂഹത്തിൽ ഒരു സ്ഥാനവും കാണില്ല. അവരൊന്നും ഒരു പുൾപിറ്റ് പോലും കണ്ടിട്ടില്ലായിരിക്കാം. അവരൊന്നും ഒരു നല്ല മീറ്റിങ്ങിന് അവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് വേണ്ടി വില കൊടുത്തു നിന്ന അനേക ഗ്രാമത്തിലോ പട്ടണങ്ങളിലോ ഹല്ലേലൂയ വിദൂരങ്ങളിലൊക്കെ പാർക്കുന്ന അനേക വിശുദ്ധന്മാർ ഇന്ന് ഭൂമി ജീവിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ. അവരെ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുക അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെ പരീക്ഷന്മാരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുക്രിസ്തു അവസാനം പറയുന്ന ഒരു കൂട്ടരാണ്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ആ ഭാഗം അവിടെ ഇരുന്നിട്ട് അതിനു മുമ്പ് വലിയവരെയും ചെറിയവരെയും കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഞാൻ വിചാരിച്ചു, ദൈവമേ ഈ ഭൂമി മാത്രമേ ഉള്ളൂ വലിപ്പ ചെറുപ്പമെന്ന്. ഇവിടെ പറയുന്നത് സ്വർഗരാജ്യത്തിൽ നീ ചെറിയവനെന്ന് വിളിക്കപ്പെടും, സ്വർഗരാജ്യത്തിൽ നീ വലിയവനെന്ന് വിളിക്കപ്പെടും. ഞാൻ ആശ്വസിപ്പിച്ച ആകപ്പാട് 80 വയസ്സ് അല്ലെ, ഏറിയാൽ 80 സംവത്സരം. ഈ സംവത്സരം ജീവിക്കുമ്പോൾ മാത്രമേ വലിപ്പ ചെറുപ്പം ഉള്ളൂ. നല്ല കാറിൽ വരുന്നവന് കിട്ടുന്ന സ്ഥാനമായിരിക്കില്ല നടന്നു വരുന്ന ഒരാൾക്ക് കിട്ടുന്ന സ്ഥാനം. പലപ്പോഴും ഞങ്ങൾ വളരെ ദുഃഖിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നിന്നൊക്കെ കേരളത്തിൽ നാട്ടിൽ പോകുമ്പോഴൊക്കെ ചർച്ചിൽ ഇങ്ങനെ അനൗൺസ് ചെയ്യും, മാത്യുച്ചാൻ്റെ മക്കളൊക്കെ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്, മാത്യുച്ചാൻ്റെ മക്കളും അല്പസമയം ശുശ്രൂഷിക്കും, പിന്നെ പേർഷ്യയിൽ നിന്ന് വന്നവർക്ക് ശുശ്രൂഷിക്കാൻ സമയം കൊടുക്കും. ഏറ്റവും ഒടുവിൽ പറയും, നോർത്ത് ഇന്ത്യയിൽ നിന്നും ദേവദാസന്മാർ വന്നിട്ടുണ്ട്, ബാക്കി സമയം ഉണ്ടെങ്കിൽ അവർക്കും തരാം. കാരണം വലിപ്പ ചെറുപ്പം ഉണ്ട്, മനുഷ്യരാണ്. യേശു ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവന് മാത്രമേ ഇതിന്റെ ഡിഫറൻറ്റ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ യേശു പറയുന്നത്, സ്വർഗരാജ്യത്തിൽ കടക്കും അവൻ വലിയവനെന്ന് വിളിക്കപ്പെടും, സ്വർഗരാജ്യത്തിൽ കടക്കും അവൻ ചെറിയവനെന്ന് വിളിക്കപ്പെടും. അപ്പൊ എനിക്ക് ആകെ കൺഫ്യൂഷനായി. ദൈവമേ, ഇവിടെ മാത്രമല്ല അങ്ങ് എന്നാലും ഉണ്ട് വലിപ്പവും ചെറുപ്പവും. ഇവിടെ ഇപ്പൊ സഞ്ചരിക്കാൻ ഒരു കാറില്ല. ഈ 50 ഡിഗ്രി സെൽഷ്യസിലും ചൂടിലും മൈനസിലൊക്കെ ബൈക്കിൽ പോകുമ്പോൾ വിചാരിക്കും, എൻ്റെ ദൈവമേ ഒരു കഷ്ടപ്പാട് ഇനി എന്ന് തീരും എന്നൊരു ചിന്ത മനുഷ്യർക്ക് വരാറുണ്ട്. ഹല്ലേലൂയ. ഒരു വണ്ടി കിട്ടിയെങ്കിൽ അതൊരു അനുഗ്രഹമായി ആ സമയത്തൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പം ഈ കാര്യത്തിൽ പോലും ഒന്ന് ചെറുപ്പം ഇരിക്കാൻ, ചെറിയവനായിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വീടില്ലാതെ ഇരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ്, മക്കളില്ലാതിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടായി നമുക്ക് തോന്നും. ഹല്ലേലൂയ. നമുക്ക് ഉപജീവനത്തിന് മാർഗം ഇല്ലാതിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ സഹായത്തിൽ ജീവിക്കേണ്ടി വരുമ്പം അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി ഈ ഭൂമിയിൽ തോന്നും. 70 സംവത്സരം ഈ ചെറിയ അവസ്ഥ ബുദ്ധിമുട്ടാണെങ്കിൽ നിത്യതയ്ക്ക് വല്ല കാലകണക്കുണ്ടോ? നിത്യതയെ കുറിച്ച് പറയുന്നത് ഹല്ലേലൂയ, അത് നിത്യമായതാണ്. ഒരു സീമിത്തില്ല, ഒരു എറ്റേണിറ്റിക്ക് ഒരു സീമ വെച്ചിട്ടില്ല. അത് എത്ര കാലം എന്നറിയില്ല. അത്രയും കാലം ചെറിയവനായി ജീവിക്കുക എന്നത് വലിയൊരു ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. ഞാൻ അതിനു മുമ്പ് പറയാം, സ്വർഗരാജ്യത്തിൽ വലിയവനും ചെറിയവനും ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെളിപ്പാട് പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലും 11-ാം അധ്യായം ആദ്യം വായിക്കാം. ആർക്കെങ്കിലും എടുത്ത് വായിക്കാം പറ്റുവാണെങ്കിൽ വായിക്കാം. 11-ാം അധ്യായം 18-ാം വാക്യം. നിന്റെ കോപവും വന്നു, മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും
ചെറിയവരും വലിയവരുമായ നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുമുള്ള കാലവും വന്നു. ഹല്ലേലൂയ. ഇങ്ങനൊരു കാലം വരാൻ പോകുകയാണ്. ഈ കാലത്തിന്റെ പ്രത്യേകത, ദൈവത്തിന്റെ ന്യായവിധി നടക്കുമ്പോൾ ഹല്ലേലൂയ സകല ദാസന്മാരായ പ്രവാചകന്മാരും വിശുദ്ധന്മാരും ചെറിയവരും വലിയവരുമായ നിന്റെ ഭക്തന്മാർക്കും ഹല്ലേലൂയ വലിപ്പ ചെറുപ്പം ഭൂമി മാത്രമല്ല, ആ നിത്യതയിലും ഈ ഒരു അനുഭവിക്കാൻ പ്രതിഫലം വീതിക്കുമ്പോൾ അനുഭവിക്കേണ്ടവരാണ്. ഈ കാലഘട്ടത്തിൽ ഒന്ന് ചെറിയവനായി ജീവിക്കാം എത്ര ബുദ്ധിമുട്ട്, ശരിക്കും ബുദ്ധിമുട്ടാണ്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല. വളരെ ബുദ്ധിമുട്ടാ. നമുക്ക് മാന്യത ലഭിക്കാതെ വരുമ്പോൾ, നമുക്ക് അർഹിക്കപ്പെടേണ്ടുന്ന ഒന്ന് ലഭിക്കാതെ വരുമ്പോൾ, ഹല്ലേലൂയ നമുക്ക് ജീവിത സൗകര്യങ്ങൾ വളരെ പരിമിതമാകുമ്പോൾ, മക്കളുടെ ചോദ്യം വരുമ്പോൾ, എന്തുകൊണ്ടാ മമ്മി ഞങ്ങൾക്ക് ഇങ്ങനെ, മറ്റൊരു ദൈവത്തെ സേവിക്കുന്നവരല്ല അവർക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാൻ നാം പരിശ്രമിക്കണം. ഈ ഭൂമിയിൽ ഒന്ന് ചെറുതായാലും ചെറിയവനായാലും ന്യായപ്രമാണത്തെ വിട്ടുമാറാതെ അതിനെ സത്യമായി ആചരിച്ച് ഒരു സ്ഥാനം ലഭിച്ചില്ലെങ്കിലും ഒരു മാനം ലഭിച്ചില്ലെങ്കിലും നിന്റെ ന്യായപ്രമാണത്തെ സത്യമായി ആചരിച്ച് അങ്ങ് നിത്യതയിൽ ഒരു വലിയവനായി നിൽപ്പാൻ നീ എന്നെ പാകപ്പെടുത്തി എടുക്കണമേന്ന് നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നിത്യതയില് ഒരു വലിയവന്റെ സ്ഥാനത്ത് നിൽപ്പാൻ, നിന്റെ ഭക്തന്മാരുടെ സ്ഥാനത്ത് നിൽപ്പാൻ കർത്താവേ നീ എനിക്ക് കൃപ തരണമേന്ന് നമുക്ക് ദൈവത്തോടായി പ്രാർത്ഥിക്കാം. 18-ാം അധ്യായത്തിലും ഈ വാക്യം നമുക്ക് കാണാൻ കഴിയും. 18-ാം അധ്യായം 19-ാം അധ്യായം 4-5 വാക്യം. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവീൻ എന്ന് പറയുന്ന ഒരു ശബ്ദവും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. ആമേൻ ഹല്ലേലൂയ. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. തുറക്കപ്പെട്ട സ്വർഗം ഹല്ലേലൂയ പത്മോസ് ദ്വീപിൽ വെച്ച് കാണുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ അത് ഹല്ലേലൂയ പുസ്തകങ്ങളിൽ എഴുതി വെക്കുകയാണ്. ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ തേജസ്സിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, അവന്റെ ഹല്ലേലൂയ ദൈവജന വിശുദ്ധന്മാർ അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ വീണ് 24 മൂപ്പന്മാരും ജീവികളും 4 ജീവികളും വീണ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ നമസ്കരിക്കുകയാണ്. അവർ പറയുന്നു, നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവയെ അവനെ വാഴ്ത്തുവീൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ നിന്റെ മുമ്പിൽ അവിടെ കാണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ഭൂമിയിലെ ദൈവത്തിന്റെ കൽപ്പനകളെ, ആ ന്യായപ്രമാണങ്ങളെ അഴിക്കാതെ, അതിനെ ഹല്ലേലൂയ തിരുത്താതെ, അതിന് കോട്ടം സംഭവിക്കാതെ, അതിനെ ഹല്ലേലൂയ ദൈവം പറയുന്ന വ്യവസ്ഥകളെ പ്രമാണിച്ച് വിശുദ്ധിയോടെ ഒരു കറയും വസ്ത്രത്തിൽ പുരളാതെ ഹല്ലേലൂയ വിശുദ്ധവും ശുഭ്രവും നിർമ്മലവുമായ ഒരു മണവാട്ടിയായി, വിളക്കുകളോടൊപ്പം എണ്ണ കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു മണവാട്ടിയായി, ആ ശബ്ദം എന്ന് കേൾക്കാം എന്നൊരു ഹല്ലേലൂയ കാതുകളെ അതിനായി ഒരുക്കുന്ന ഒരു വിശുദ്ധ ജീവിതം നയിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നമുക്ക് അവിടെ നിന്ന് ആ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ, ക്രിസ്തുയേശുവിന്റെ മുമ്പിൽ ഹല്ലേലൂയ നിവർന്നു നിന്ന് ദൈവത്തെ സ്തുതിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കും. ന്യായവിധി ഉണ്ടെന്ന് നാം വിശ്വസിക്കുന്നവരാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ഹല്ലേലൂയ ഒരു ന്യായവിധിയും ഉണ്ടെന്ന് നാം വിശ്വസിക്കുന്നവരാണ്. ന്യായമായ വിധിയുടെ മുമ്പിൽ കർത്താവെ നിർത്തിക്കൊള്ളണമേ, ഹല്ലേലൂയ അവിടെ നിൽപ്പാൻ കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോടായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗത്തിലുണ്ട് ചെറിയവരും വലിയവരും. ഹല്ലേലൂയ. ആ ക്വാളിറ്റി, ഞാൻ ഏത് കൂട്ടത്തിലാകണം, ഞാൻ ഏത് കാറ്റഗറിയിലാകണം എന്ന് തീരുമാനിക്കാൻ തന്നിരിക്കുന്ന ഒരു ആയുസേ ഉള്ളൂ ഈ ലൈഫ്. ഇപ്പൊ 50 വയസ്സായി. ഞാൻ ഓർക്കും ഇനി എത്ര നാളുണ്ടെന്ന് പോലും അറിയില്ല. ഈ 50 വയസ്സില് അറിവില്ലായ്മയില് പലതും ഇതാണ് നല്ലത്, ഇവരെയൊക്കെ പ്രീതിപ്പെടുത്തി ജീവിക്കുകയാണ് നല്ലത് എന്നൊക്കെ കരുതിപ്പോയി തെറ്റിദ്ധാരണയിലെടുത്ത പല തീരുമാനങ്ങളിലും ഇന്ന് ഞാൻ പശ്ചാത്തപിക്കുകയാണ്. കർത്താവേ ഹല്ലേലൂയ നിന്റെ മുമ്പാകെ നിൽപ്പാൻ നീ എന്നെ പ്രാപ്തിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്തൊരു കൂട്ടരെയാണ് പറയുന്നത്. ഈ 2 കാറ്റഗറിയിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ ഉണ്ടായിരിക്കണേ എന്നുള്ള പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കട്ടെ. യേശു തിരുവായി മൊഴിഞ്ഞു പറഞ്ഞൊരു സത്യമാണ്. അടുത്ത് പറയുന്നത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ല
എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ എല്ലാ ഓട്ടവും അധ്വാനവും ഒക്കെ ഈ ഭൂമി ജീവിക്കണം, നമുക്ക് ആവശ്യമായതൊക്കെ ലഭിക്കണം എന്നൊക്കെ ഉള്ളതുണ്ടെങ്കിലും നമ്മുടെ മെയിൻ പർപ്പസ് നിത്യതയാണ്. എനിക്കറിയാം എല്ലാ വിശ്വാസികളുടെയും മെയിനായ ഉദ്ദേശം നിത്യതയ്ക്കാണ്. കർത്താവേ, നിത്യതയ്ക്ക് വിഘ്നം വരുത്തുന്ന പ്രാർത്ഥനകളോ നിത്യതയ്ക്ക് വിഘ്നം വരുത്തുന്ന ഇച്ഛകളോ ഒന്നും എന്നിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോടായി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയണം. ഹല്ലേലൂയ. ശാസ്ത്രിമാരും പരീക്ഷന്മാരൊക്കെ അവർ നീതിമാന്മാരായി നടിക്കുന്ന കൂട്ടരാണ്. പക്ഷെ അവർക്ക് യഥാർത്ഥമായ നീതി അവർ കാണാൻ കഴിയുന്നില്ല. നമുക്ക് മത്തായി സുവിശേഷത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തു 23-ാം അധ്യായം മുഴുവനും ശാസ്ത്രിമാരെയും പരീക്ഷന്മാരെയും കുറിച്ച് പറയുന്നത്. അനന്തരം യേശു പുരുഷാരത്തോടും തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീക്ഷന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. ആകയാൽ അവൻ നിങ്ങളോട് പറയുന്നത് ഒക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ. അവരുടെ പ്രവൃത്തികളെ പോലെ ചേരുന്നതാനും. അവർ പറയുന്നതൊക്കെ പ്രമാണിക്കാം, പക്ഷെ അവർ ചെയ്യുന്നത് ചെയ്യരുത്. ഹല്ലേലൂയ. ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും ഒരു വിശേഷത, അവർ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. അവർ പ്രവർത്തിക്കുന്ന കണ്ട് നമ്മൾ അത് പാഠമാക്കരുത്. അല്ലെങ്കിൽ അവരെത്ര വിശുദ്ധരെന്ന് നമുക്ക് തോന്നിയാലും ദൈവവചനത്തിന് വിരുദ്ധമായോ ദൈവവചനത്തിന് ഇല്ലാത്തതോ പറയുന്നവരാണെങ്കിൽ അത് അനുകരിക്കാൻ ഇഷ്ടപ്പെടരുത്. നമ്മുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയണം. ഒന്നാമത്, ശാസ്ത്രിമാരും പരീക്ഷന്മാരും പറയുന്നത് പ്രവർത്തിക്കാത്തവരാണ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാം, ആരെങ്കിലും സുഖപ്പെടുത്തുവാനായി, ആരെങ്കിലും ഒക്കെ ഒന്ന് സുഖിപ്പിക്കുവാനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സിസ്റ്ററെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നാം ആ കാറ്റഗറിയിലുണ്ട്, ശാസ്ത്രിമാരുടെ പരീക്ഷന്മാരുടെ കാറ്റഗറിയിലുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴൊക്കെ നമുക്ക് അറിയാതെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും ഇനി നാം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തോടും പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് നീ സഹായത്തിനായി നിൽക്കണേ, ബുദ്ധി കൂടി ഉപയോഗിച്ച് മാക്സിമം ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽപ്പാൻ ഒരു ദൈവകൃപയ്ക്കായി ദൈവത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, അറിയാതെയോ അറിഞ്ഞൊക്കെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി കർത്താവെ, എന്നാൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്ത എത്രയോ കാര്യങ്ങളുണ്ട്, ദൈവമേ നീ അതെന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ നിശ്ചയമായി കരുണാസമ്പന്നനായ ദൈവം, അവസാന നിമിഷം വരെയും കരുണ കാണിക്കുന്ന ദൈവം, ക്രൂശി കടന്നിട്ട് പോലും ആ കള്ളനോട് കരുണ കാണിച്ചെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് കർത്താവിന് മടങ്ങി വരുവോളം നാം അനുബന്ധിച്ചാൽ അവൻ നമ്മളോട് കരുണ കാണിക്കും. നമുക്ക് സമയം അന്യപ്പെട്ടു പോയിട്ടില്ല. ക്രൂശി കടന്നിട്ട് പോലും സമശിക്ഷാവിധിയിലായപ്പെട്ട 2 കള്ളന്മാർ, അതിലൊരാള് ഹല്ലേലൂയ നീ രാജ്യത്വം പ്രാപിച്ചു വരണമ്പോൾ എന്നെ ഓർക്കണേന്ന് പറഞ്ഞപ്പോൾ ആ അതിവേദനയുടെ നടുവിലും ഹല്ലേലൂയ സ്വർഗ്ഗസ്ഥനായ പിതാവിനോട് ഈ ദൗത്യമേൽപ്പിച്ച പുത്രനായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ഹല്ലേലൂയ മധ്യസ്ഥൻ. ഹല്ലേലൂയ. ആ മധ്യസ്ഥൻ നമുക്ക് ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തത് കൊണ്ട് ഓടിച്ചെന്ന് ദൈവത്തോട് പറയാം, കർത്താവേ തെറ്റുപറ്റിയ മേഖലകൾ ഒത്തിരി ഉണ്ട് പിതാവേ, നീ അത് ഞങ്ങളോട് പൊറുക്കുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോടായി പ്രാർത്ഥിക്കാം. അടുത്ത് ഇവരെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യമാണ് അതിന്റെ 5-ാം വാക്യം. അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യൻ കാണേണ്ടതിന് അത്രേ ചെയ്യുന്നു. ഒന്ന്, അവർ പറയുന്നത് പ്രവർത്തിക്കാത്ത കൂട്ടരാണ് ശാസ്ത്രിമാരും പരീക്ഷന്മാരും. ആ നിലയിലാണ് നമ്മളാണെങ്കിൽ ഒരു നല്ല മടങ്ങി വരവിനായി ദൈവത്തോടെ പ്രാർത്ഥിക്കാം. അടുത്ത അവരെ കുറിച്ച് പറയുന്നത്, അവർ ചെയ്യുന്നതൊക്കെ മനുഷ്യനെ കാണിക്കാൻ വേണ്ടിയാ. ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്നൊരു ബോധ്യമില്ലാതെ മനുഷ്യന്റെ മുമ്പിൽ കാണിക്കേണ്ടതിന് ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്. ഞാൻ ആരൊക്കെയോ ആണ്, എന്തൊക്കെയോ ആണ് എന്നൊരു പക്ഷെ തോന്നൽ കൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നല്ല മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. കർത്താവേ, ഹല്ലേലൂയ, മനുഷ്യൻ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഹല്ലേലൂയ, അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഹല്ലേലൂയ, എന്നെ നരകത്തിൽ തള്ളിടണമോ ജീവനിലേക്ക് കൊണ്ടുപോകണമോ എന്ന അധികാരമുള്ള അങ്ങേ ഭയപ്പെട്ട് കർത്താവേ അങ്ങയുടെ വാക്കുകളെ അനുസരിപ്പാൻ, അങ്ങേ പ്രീതിപ്പെടുത്തുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോടായി പ്രാർത്ഥിക്കാം. അവർ തങ്ങളുടെ പ്രവൃത്തികൾ എല്ലാം മനുഷ്യൻ കാണേണ്ടതിന് അത്രേ ചെയ്യുന്നത്. ഹല്ലേലൂയ. മനുഷ്യൻ കാണേണ്ടതിനല്ല, സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന്റെ മുമ്പാകെ ഞങ്ങളുടെ ഇരിപ്പും കിടപ്പും നീ അറിയുന്നു, നീ ശോധന ചെയ്യുന്നു, നീ അറിയാതെ ഒന്നും എൻ്റെ മേലില്ല. ഹല്ലേലൂയ. ഏറ്റവും നല്ല മെഷർമെന്റ്, ഹൃദയത്തെ പോലും തൂക്കി നോക്കുന്ന ഒരു മെഷർമെന്റ് ഉള്ള കർത്താവിന്റെ മുമ്പിലാണ്. ഹല്ലേലൂയ. BP നോക്കാൻ മെഷീൻ ഉണ്ട്, മറ്റു പല ശാരീരിക
ബലഹീനതകളെ നോക്കാൻ വിഷയമുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കാനോ ആ ഭാരം മനസ്സിലാക്കാനോ കഴിയുന്ന ഒരു മെഷർമെന്റ് ഉണ്ടെങ്കിൽ അത് കർത്താവിന്റെ കയ്യിലാണ്. ആ ഹൃദയത്തെ തൂക്കി നോക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ കർത്താവെ നിന്നെ പ്രസാദിപ്പിക്കുവാൻ എനിക്കൊരു ദൈവകൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോടായി പ്രാർത്ഥിക്കാം. അടുത്ത് പറയുന്നത് അതിന്റെ 7-ാം വാക്യം, അത്താഴത്തിൽ പ്രധാന സ്ഥാനവും പള്ളിയിൽ മുഖ്യസ്ഥാനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യരിൽ റബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു. ഈ ഭൂമിയിലെ കുറെ ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ എന്നല്ല, പദവികൾക്ക് വേണ്ടി ഇച്ഛിക്കുന്ന ഒരു മനോഭാവം. കർത്താവേ, ആ ശാസ്ത്രിമാരുടെ പോലെ ഞാനാകല്ല. ഈ ഭൂമിയിൽ എനിക്കൊന്നും കിട്ടിയില്ലപ്പാ, ഒന്നും വേണ്ടപ്പാ. നിത്യതയിൽ വലിയവനായി നിന്റെ മുമ്പിൽ നിൽപ്പാൻ, ഹല്ലേലൂയ അപ്പച്ചാ, നിന്റെ മുമ്പിൽ കാണപ്പെടുവാൻ നീ എനിക്ക് കൃപ തരണമേ, അതിനുള്ള നല്ല മനസ്സ് എനിക്ക് തരണമേ എന്നുള്ളൊരു നല്ല പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. പല ഭാഗങ്ങൾ ഇവിടെ താഴേക്ക് നാം കാണുന്നുണ്ട്. അതിന്റെ 13-ാം വാക്യം, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുള്ളവേ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ മനുഷ്യരെ സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങൾ കടക്കുന്നില്ല, കടപ്പാൻ സമ്മതിക്കുകയില്ല. നമ്മൾ ഒത്തിരി സ്വർഗരാജ്യത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മളുടെ സുവിശേഷ പ്രവർത്തനമെങ്കിലും എവിടേക്കോ ആ ദൈവിക ഉദ്ദേശം മാറി. ഏതെങ്കിലും നിലയിലൊക്കെ നമ്മൾക്ക് ഭൗമിക മണ്ഡലങ്ങളുടെ ഒരു ഉയർച്ച അറിയാതെ പോലും, കർത്താവെ, പണ്ടൊക്കെ നമ്മൾ കേൾക്കുന്ന പോലെ സൈക്കിളിൽ വന്നാൽ നാളെ കാറിൽ പോകുക എന്നൊക്കെ ഉള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണെങ്കിൽ പോലും സുവിശേഷ വേലയെ ഒരു ദൗത്യമായി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മടങ്ങി വരുവ്, കർത്താവെ, ഹല്ലേലൂയ, പുൽപ്പിറ്റില്ലാതെ പത്രോസിന്റെ പടകിൽ കയറിയും പകാടിൽ പർവ്വതങ്ങളിൽ കയറി ഇരുന്ന് പ്രാർത്ഥിക്കുകയും പർവ്വതങ്ങളിൽ കയറി ഇരുന്ന് പ്രസംഗിക്കുകയും ഒരു മനുഷ്യന് വേണ്ടി ദൂരയാത്ര ചെയ്ത് ഗന്നസേരത്ത് തടാകത്തിൽ ഇത്രയും പ്രതികൂലമായ കാറ്റും കോളൊക്കെ അനുഭവിച്ച ഒരു യാത്ര കടന്നിട്ട് ഒരു ഹല്ലേലൂയ അശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു മനുഷ്യന് വേണ്ടി യാത്ര ചെയ്ത ആ ഒരു മനോഭാവം ശുശ്രൂഷയില് എനിക്ക് തരണമേ ദൈവമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പ്രാർത്ഥന, കർത്താവിന്റെ ശുശ്രൂഷകളുടെ ആ ഒരു അനുഭവം മേഖലകള് എനിക്കൊന്ന് അനുകരിക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോടായി പ്രാർത്ഥിക്കാം. പകല് മുഴുവനും പ്രാർത്ഥിക്കുകയും അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ട് അവനെ രാജാവാക്കാൻ ജനം പ്ലാൻ ചെയ്യുന്നുണ്ട്. 5 അപ്പം കൊണ്ട് ഇത്രയും പേരെ പോഷിപ്പിച്ചില്ല, ഇനി അവന്റെ പിന്നാലെ നമുക്ക് പോകാം എന്നൊരു വലിയ ആൾക്കൂട്ടം അവനെ പിൻഗമിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവരെല്ലാം മാറ്റി നിർത്തിയിട്ട് പിതാവിനോട് സമ്പർക്കം ചെയ്യാനായി മലയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച യേശുവിന്റെ മനോഭാവം, കർത്താവേ, ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊന്നിലും ദൈവം ഇഷ്ടപ്പെടുന്നില്ലെന്നാണ്. അതിൽ നിന്നൊക്കെ മാറി നിന്ന് പ്രവർത്തിക്കാൻ കാണിച്ച മനോഭാവത്തിലേക്ക് എന്നെ മടക്കി വരുത്തണമേ എന്നൊരു പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. അവർക്ക് അനേകരെ ഇങ്ങനെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടും കപടഭക്തിയായിട്ട് അവരെ കാണിച്ച് സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് വാതിലടയ്ക്കുന്ന ഒരു അനുഭവമായിരിക്കില്ല കർത്താവേ എന്റെ ശുശ്രൂഷകള്. ദൈവമേ, ഹല്ലേലൂയ, മോശ പറഞ്ഞ പോലെ എന്റെ പേര് അവിടെ കണ്ടില്ലെങ്കിലും ദൈവമേ ഇവരുടെയൊക്കെ പേര് അവിടെ കാണണം, എന്റെ പേര് നീ മായ്ച്ചു കൊള്ളാം, ഇവരെ എനിക്ക് അവിടെ എത്തിക്കണം. അതായിരിക്കണം നമ്മുടെ ശുശ്രൂഷയുടെ ഒരു നല്ല ദൗത്യം, ഉത്തരവാദിത്വം. ഒത്തിരി കാര്യങ്ങള് അവരോട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പുറം മാത്രം വൃത്തിയാക്കിയിട്ട് അകത്തെ വൃത്തിയാക്കാൻ മറന്നുപോയ പരീക്ഷന്മാരെ പോലെ ശാസ്ത്രിമാരെ പോലെ ആകരുത്. ഹല്ലേലൂയ. അവരെ പോലെ നമ്മൾ ആകാൻ അനുവദിക്കരുത് എന്ന് അവിടെ പറയുന്നുണ്ട്. താഴേക്കുള്ള ഭാഗങ്ങളില് ഈ 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവേ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ തുളസി, ചതുക്കുപ്പ, ജീരകം ഇവയിൽ പ്രാധാന്യം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത എന്നിങ്ങനെയുള്ള പ്രമാണങ്ങളെ നിങ്ങൾ ത്യജിച്ച് കളയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ കൂടയിൽ കിടന്ന് ചപ്പുകളിൽ കിടന്ന് വളർന്നു വരുന്നതിന് പോലും പ്രാധാന്യം കൊടുക്കുന്നവർ, യാഥാർത്ഥ്യമായി അവർക്ക് കിട്ടുന്നതിൽ ഒരു അംശം 10-1 കൊടുക്കുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ വഴിയിൽ കിടന്ന് വളർന്നു വരുന്നതിനെ പോലും പറിച്ചു കൊണ്ടുവന്ന് അവർക്ക് കിട്ടുന്നതിലെല്ലാം അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അതിലെല്ലാം ദശാംശം കൊടുക്കുന്നുണ്ട്. തൃപ്തിപ്പെടരുത്. ഇതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം പറയുന്നത്, നിങ്ങൾ കരുണ, വിശ്വസ്തത ഇതൊക്കെ നിങ്ങൾ മറന്നു കളയരുത്. ഇതൊക്കെ ത്യജിച്ചു കഴിഞ്ഞാൽ പരീക്ഷന്മാരുടെ ഭക്തിക്ക് തുല്യമായ ഭക്തിയാണ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നിങ്ങളുടെ ഭക്തി പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഭക്തിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ഒന്ന് സ്വർഗരാജ്യത്തിൽ കടക്കും, അവിടെ ചെറിയവനെന്ന് വിളിക്കപ്പെടും. 2, സ്വർഗരാജ്യത്തിൽ കടക്കും, അവിടെ വലിയവനെന്ന് വിളിക്കപ്പെടും. 3, നിങ്ങളുടെ ഭക്തി, ഹല്ലേലൂയ, നിങ്ങളുടെ ഭക്തി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും ഭക്തിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല.
കർത്താവെ വളരെ ഭയഭക്തിയോടെ ദൈവമേ നിൽക്കേണ്ടുന്ന ഒരു കാലമാണെന്നുള്ളൊരു ബോധ്യം ഞങ്ങളുടെ ഉള്ളിൽ തരണമേ അപ്പാ. ഹല്ലേലൂയ. അങ്ങ് തിരുവായി മൊഴിഞ്ഞ് ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. യേശുക്രിസ്തു തൻ്റെ 12 ശിഷ്യന്മാരിൽ അതിലൊരാള് വിട്ടുപോയി. 11 ശിഷ്യന്മാരെ കൊണ്ടാണ് ഇന്ന് ഈ ലോകം മുഴുവനും സുവിശേഷീകരണം എത്തിച്ചത്. ഈ ശിഷ്യന്മാരാരും ഒരു നല്ല മരണം കൈക്കൊണ്ടില്ല. വളരെ യൗവനപ്രായത്തിൽ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അന്ത്രിയാസിനെ കണ്ടിട്ട് നദീതരത്തിൽ തടത്തിൽ നിന്ന് കാണുമ്പം യേശു പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ പോരുന്നുണ്ടോ? ആ വാക്ക് കേട്ട ഉടനെ അന്ത്രിയാസ് പോവുകയാണ്. അവനെ ഓടിച്ചെന്ന് പത്രോസിനോട് പറയുന്നു, പത്രോസേ, ഞാൻ മശിഹ എന്ന് പറഞ്ഞാൽ യേശുവിനെ കണ്ടു. അന്ത്രിയാസ് പറഞ്ഞ പത്രോസ് അനുഗമിച്ചേ. പക്ഷെ പത്രോസാണ് ശ്രേഷ്ഠമേറിയ ഒരു ശുശ്രൂഷക്കാരനായി തീർന്നത്. ആ ഒരു ശ്രേഷ്ഠമേറിയ ശുശ്രൂഷക്കാരനാക്കാൻ അന്ത്രിയാസിനെ ദൈവം ഉപയോഗിച്ചു. ഒരിക്കലും അന്ത്രിയാസ് അതിൽ പരാതിപ്പെട്ടില്ല. 12 ശിഷ്യന്മാരുടെ സ്വഭാവവും 12 തരത്തിലായിരുന്നു. പക്ഷെ ഇവരെല്ലാം ഒരുമിച്ച് ചേർത്ത് ദൈവരാജ്യത്തിന്റെ പണിക്കായി ദൈവം ഉപയോഗിച്ചു. പക്ഷെ നമ്മളോട് ചേർന്നൊരു സ്വഭാവം ഇല്ലാത്ത ഒരാളോട് അംഗീകരിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു കാലയളവാണെങ്കിൽ ഒരു മടങ്ങി വരുമ്പോൾ പ്രാർത്ഥിക്കാം. ദൈവത്തിന് അവരെ ആവശ്യമാണ്, പത്രോസിനെ ആവശ്യമാണ്, അന്ത്രിയോസിനെ ആവശ്യമാണ്. ഹല്ലേലൂയ. ചുങ്കക്കാരനായ ഹല്ലേലൂയ ലേവി അവരുടെ കുടുംബത്തെ ദൈവത്തിന് ആവശ്യമാണ്. ഹല്ലേലൂയ. വൈദ്യനായ ലൂക്കോസിനെ ദൈവത്തിന് ആവശ്യമാണ്. കർത്താവെ, അവരെല്ലാം ഉൾക്കൊള്ളുവാൻ, എല്ലാവരോട് ചേർന്ന് കർത്താവിന്റെ രാജ്യമഹത്വത്തിനായി നിൽപ്പാൻ നീ എനിക്കൊരു വലിയ കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോടായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ ശിഷ്യന്മാരിൽ യൂദ ഒഴികെ ബാക്കി സ്വാഭാവിക മരണം അനുഭവിച്ചത് യോഹന്നാൻ മാത്രമാണ്. സ്വാഭാവികം എന്ന് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. തിളച്ച എണ്ണയിൽ വയോധികനായ തന്റെ തിളച്ച എണ്ണയിലിട്ടു. അവിടെ താൻ മരിച്ചില്ലെന്ന് കണ്ടപ്പോൾ അവനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തുകയാണ്. ഒരുപക്ഷെ ദൈവം അവനെ അവിടെ മരിക്കാൻ അനുവദിക്കാതിരുന്നത് വെളിപ്പാട് പുസ്തകം കൂടി ഈ വചനത്തിൽ കൂട്ടിച്ചേർക്കണമെന്ന് ഹല്ലേലൂയ ഒരു നിർണയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പത്മോസ് ദ്വീപിലേക്ക് അവനെ നാടുകടത്തപ്പെട്ടു. ആ പത്മോസ് ദ്വീപിൽ കടന്നുകൊണ്ടാണ് ഹല്ലേലൂയ വയോധികനായ ഭക്തൻ ഹല്ലേലൂയ ഹല്ലേലൂയ തുറക്കപ്പെട്ട സ്വർഗവും തേജോമനനായ ദൈവത്തിനെ കാണുന്ന ക്രിസ്തുവിനെ കാണുന്നത് അവിടെ വെച്ചാണ്. ബാക്കി എല്ലാ ശിഷ്യന്മാരും ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഏറ്റവും ചെറിയവനായി ജീവിച്ചു. ന്യായപ്രമാണങ്ങളെ വളരെ പാലിച്ച് ഏറ്റവും ചെറിയവനായി സ്വാഭാവിക മരണം പോലും കൈവരിക്കാതെ തലകീഴായും ഹല്ലേലൂയ തോലുകൊണ്ട് വരിഞ്ഞ് ഹല്ലേലൂയ മൃഗങ്ങളുടെ തോലുകൊണ്ട് ഇവരെ വലിഞ്ഞ് കൊടും ചൂടിലും കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് തീപ്പന്തം പോലെ തീ കൊളുത്തി അവര് വലിച്ചെറിഞ്ഞപ്പോൾ ഹല്ലേലൂയ തീക്കൊള്ളി പോലെ അവർ വെന്ത് വീഴാൻ മരിച്ചു വീഴാൻ കാരണമായി തീർന്നത് ഈ ഭൂമി ചെറിയവനായി ജീവിക്കാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, ഹല്ലേലൂയ നിന്റെ ന്യായപ്രമാണത്തോട് വളരെ പ്രിയമുള്ളവരായി ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. സംഗീതത്തിന്റെ കാലം പറയുന്നുണ്ട്, നിന്റെ ന്യായപ്രമാണത്തിൽ പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. അവർ ഈ ഭൂമിയിലെ ഹല്ലേലൂയ ടെംപ്റ്റേഷനിൽ വീഴില്ല. അവർ ഈ ഭൂമിയിലെ പ്രലോഭനങ്ങളിലോ പ്രയാസങ്ങളിലോ അവർ വീഴില്ല. അവർക്കൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. അവർക്കൊരു സമാധാനമുണ്ട്. അവർ സമാധാന പുരുഷനെ കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. വളരെ ചുരുക്കം നാളുകളെ മുമ്പിലുള്ളൂ എന്നുള്ള ബോധ്യത്തോടെ ഏറ്റവും പവിത്രതയോടെ നമുക്ക് ജീവിക്കാൻ. കർത്താവെ, തെറ്റുപറ്റി എത്രയോ നാളുകളുണ്ടപ്പാ. ഓടി വന്ന കൃപാസനത്തോട് വീണ് ദൈവത്തോടായി നമുക്ക് ക്ഷമയാചിക്കാം. പിതാവിന്റെ വലത്ത് ഭാഗത്തിൽ നിന്നും പുത്രനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, നമുക്ക് വേണ്ടി മധ്യസ്ഥയാണ്. അല്ലെങ്കിൽ യൂദായിക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവർ, നാം ആ സൂക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. കർത്താവ് നമ്മെ സൂക്ഷിക്കുവാൻ കറയും ഹല്ലേലൂയ വാട്ടവും മാലിന്യവും ഒന്നും ഇല്ലാതെ നിൽക്കാൻ കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോടായി പ്രാർത്ഥിക്കാം. ഈ തിരുവചനങ്ങൾ ആ ദൈവമേ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനെ അവസരം ഒരുക്കി തന്ന അമ്മാമ